ആഷിഖ്, പ്രിയദർശിനി പദ്ധതിയുടെ വരവോടുകൂടി പ്രൈവറ്റ് ബസ്സുകളുടെ വയറ്റത്തടിച്ചു. പ്രൈവറ്റ് ബസ്സിന് ഇപ്പോൾ ഒരു വരുമാന മാർഗമില്ല, എല്ലാവരും പട്ടിണിയിലാണ് എന്നുള്ള പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ബസ് ജീവനക്കാർ ഇതിൽ പ്രതിഷേധവുമായി വരുന്നുണ്ട്, സമരം നടത്തുന്നുണ്ട്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർക്ക്, എനിക്കൊന്ന് വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ആ ഒരു വിഷമം മനസ്സിലാകുന്നില്ല. പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ വിഷമം ബാക്കിയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം എന്തായിരിക്കും? ഭൂരിഭാഗം പേർ ഈ ഒരു KSRTC അപേക്ഷിച്ച്, അല്ലെങ്കിൽ KSRTCയിൽ ഇപ്പോഴാണല്ലോ കയറി തുടങ്ങിയത്. ഇതിനു മുമ്പ് സ്വകാര്യ ബസ്സുകളുമായി ഒരുപാട് അടുത്തിടപഴകുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ദിവസം സ്കൂളിലേക്കോ ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ ദൂരയാത്രകൾക്കോ സ്വകാര്യ ബസ്സുകളെ ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഈ ഒരു സ്വകാര്യ ബസ്സുകളുടെ ഈ ഒരു കളക്ഷനോ അല്ലെങ്കിൽ KSRTCയുടെ കളക്ഷനോ ഇതിനെക്കുറിച്ച് നമ്മൾ ബോധേഡായിരുന്നില്ല. പക്ഷേ ഒരു പോയിന്റ് വന്നപ്പോൾ ഈ രണ്ട് ബസ്സുകൾക്കും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ മത്സര ഓട്ടമോ, ഇവർ തമ്മിലൊരു വൈരാഗ്യ ബുദ്ധിയോടെ ഉള്ള ഒരു സർവീസ് തുടങ്ങാൻ കാരണമായി. അങ്ങനെ സാധാരണക്കാർക്ക് ഈ ഒരു ബസ്സിൽ കയറാനുള്ള ഒരു താല്പര്യമില്ലായ്മ കുറഞ്ഞു വന്നു. ഏത്? KSRTCയിൽ അവരെ KSRTC ഉപേക്ഷിച്ച് പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം വരെയുള്ള ട്രെൻഡ്. പക്ഷേ ഈ 2026 പ്രിയദർശിനി പദ്ധതി വന്നതിലൂടെ സ്ത്രീകളുടെ ഒരു വിഭാഗം മുഴുവൻ ഈ ഒരു പ്രിയദർശിനി ബസ്സുകളിലേക്ക് അല്ലെങ്കിൽ KSRTC ബസ്സുകളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു സ്വകാര്യ ബസ്സുകളുടെ ഒരു വരുമാനത്തിന് വലിയൊരു തോതിൽ ഗണ്യമായ അല്ലെങ്കിൽ ഭൂരിഭാഗവും അവരുടെ വരുമാനം ഇടിഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് അവർ ഈ ഒരു പ്രിയദർശിനി പദ്ധതിക്കെതിരെ രംഗത്ത് വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ അവസാനം കണ്ട ഒരു വാർത്തയുണ്ട്. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി മുതൽ വാൽപ്പാറ വരെ പോകുന്ന 60 വർഷത്തിലേറെ സർവീസ് നടത്തുന്ന ചീനിക്കാസ് എന്ന ഒരു ബസ് സർവീസ് നിർത്തി. ഏറ്റവും കൂടുതൽ വനാതിർത്തിയിലൂടെ സർവീസ് നടത്തിയിരുന്ന ഈ ബസ് സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഈ ഒരു വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്ന അപൂർവം യാത്രക്കാർക്കും ഒരുപാട് സഹായമായിരുന്നു. ഇതുപോലുള്ള ഓരോ ബസ് സർവീസുകൾ നിർത്തുന്നത് സാധാരണക്കാർക്ക് ഏറ്റവും അവർക്ക് ഇമോഷണലി അറ്റാച്ച് ഉള്ള ചില ബസ് റൂട്ടുകളുണ്ട്. ഈവൻ എനിക്കുമുണ്ട്. അതായത് ഞാൻ പണ്ട് 6 മുതൽ 10 വരെ ഈ ഒരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ 4.5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ ₹1 അല്ലെങ്കിൽ 50 പൈസ മുതൽ എസ്റ്റ് കൊടുത്ത് പഠിക്കാൻ പോയിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ എസ്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരുടെ ഉള്ള ഒരു യാത്രയും KSRTC സർവീസ് ഉള്ള റൂട്ടല്ലേ അത്? അല്ല. അതുവഴി ഇതുപോലെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലെ മിക്ക നാരോ ആയിട്ടുള്ള ഇടവഴികളിലൂടെ നമ്മുടെ KSRTC സർവീസുകളില്ല. അവിടെ ആകെ ആശ്രയമുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ജനപ്രിയമായ ചില സ്വകാര്യ ബസ് സർവീസുകളുണ്ട്. ആ ഒരു സർവീസുകൾ നിർത്തി പോകുന്നതോടെ ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് ഈ ബസ് നിർത്തുന്നതിലൂടെ നമുക്ക് സംഭവിച്ചു പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഞങ്ങൾക്ക് സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു ബസ് കണ്ടക്ടറോ അല്ലെങ്കിൽ ഡ്രൈവറുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ 6 അല്ലെങ്കിൽ 5 വർഷത്തോളം ഇതുപോലെ ഈ ഒരു ബസ്സിൽ പോയി അവസാനം ഞങ്ങളുടെ ഒരു സ്കൂൾ ബസ് പോലെയായി ഈ ഒരു പ്രൈവറ്റ് ബസ്. രാവിലെ വൈകിട്ട് മുടങ്ങാതെ രാവിലെ 8:30 കയറി അവിടെ സ്കൂളിൽ ഇത്ര സമയത്തെത്തും. തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്നത് ആ ഒരു കാമണിക്കൂർ. ഈ ഒരു ബസ്സുകാരുമായിട്ട് ഒരുപാട് നല്ല ബന്ധമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് വ്യക്തികളിൽ അധിഷ്ഠിതമാണ് ഈ പറഞ്ഞ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇപ്പൊ എൻ്റെ എവിടെയാണെങ്കിലും ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലും ഈ പറഞ്ഞ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കോട്ടയം പോലൊന്നും ഭയങ്കരമായ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എൻ്റെ അറിവിൻ്റെ കുറവായിരിക്കാം. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ KSRTC ബസ്സിലാണ് പോകുകയും വരികയും ചെയ്യുന്നത്. എൻ്റെ വീട് സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു 15 കിലോമീറ്റർ എങ്കിലും ദൂരെയായിരിക്കും. ആ ദൂരം ഞാൻ വരുന്നത് KSRTC ബസ്സിലാണ്. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ തന്നെ എൻ്റെ 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച റിച്ചു, ആ കുട്ടിയൊക്കെ ST കൊടുത്ത് പോകുന്നതിനെ പറ്റിയൊക്കെ അവൾ പറയുമായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ചെറിയ റൂട്ടുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ KSRTC റൂട്ടില്ലാത്ത വഴികളിലൊക്കെ പ്രൈമറി ബസ്സിൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത് വലുതായിരുന്നു. ഇപ്പോൾ ആഷിഖ് പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വണ്ടികളെ പറ്റി. എനിക്കത് KSRTC ബസ്സുകളോടാണുള്ളത്. ഓക്കെ. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ബസ്സിൽ
ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന രാവിലത്തെ സിറ്റി ബസ്സുണ്ട്. ആ സിറ്റി ബസ്സിൽ ആ ബസ്സിൽ കയറിയാൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലേ ഇരിക്കുള്ളൂ എന്ന് അവിടുത്തെ ഡ്രൈവറിനും കണ്ടക്ടറിനും ഒക്കെ അറിയായിരിക്കും. ഞാൻ വേറെ എവിടെ വെച്ച് എന്നെ കണ്ടാലും ഡ്രൈവറും കണ്ടക്ടറും എന്നെ കൈയെടുത്ത് കാണിക്കുന്ന ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ലൈക്ക് വ്യക്തി അധിഷ്ഠിതമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി ചിലപ്പോൾ ഇതേ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക പ്രൈവറ്റ് ബസ്സുകളോടായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. പ്രിയദർശിനി സർവീസ് തുടങ്ങിയതിനു ശേഷം 3000-ലധികം സ്ത്രീകൾക്ക് ഒരു ദിവസേന, 3000 എന്ന് പറയുന്നത് എനിക്കൊന്ന് കുറവായിരിക്കും, കണക്ക് കൃത്യമാണോ എന്ന് എനിക്കറിയില്ല, ഒരിടത്ത് വായിച്ചതാണ്, അത്രയും പേർക്ക് അതിൽ ഗുണം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1000-ൽ താഴെയുള്ള പ്രൈവറ്റ് ജീവനക്കാർ ഇതിന്റെ ഇമോഷൻസ് ടാലി ചെയ്യുന്ന ഒന്നുമല്ല, ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം കണക്കിലെടുക്കുമ്പോൾ ഇത് തമ്മിൽ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആർട്ടിക്കിൾ വായിച്ചു. ഞാൻ അതിനെപ്പറ്റി ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പ്രിയദർശിനി വയറ്റത്തടിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പൊ ആഷിക്ക് പറഞ്ഞ KSRTC റൂട്ടില്ലാത്ത സ്ഥലങ്ങളിൽ തിങ്ങി നിറഞ്ഞു പോകുന്ന പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അപ്പൊ ഈ ബസ്, ഈ പറഞ്ഞ KSRTC ബസ് റൂട്ട് കുറഞ്ഞ ഇപ്പൊ ഇതുവഴി എത്ര പ്രിയദർശിനി ബസ് പോകുന്നുണ്ടാകും? അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രൈവറ്റ് ബസ് റൂട്ട് ക്രമീകരിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് വരാനായി റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഊബർ ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ രണ്ട് ആൺകുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. റെയിൻകോട്ടൊക്കെ ഇട്ടൊരു പാക്കേജ് കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു കട്ടപ്പന പോകുന്ന ഒരു പ്രൈവറ്റ് ബസ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു. ഈ കുട്ടികൾ ഓടിച്ചെന്ന് ചാടിക്കേറി ഈ പാഴ്സൽ അങ്ങോട്ട് വെക്കുന്നതിന് മുന്നേ വണ്ടി എടുക്കുന്നു. ഇവർ പെട്ടെന്ന് ഓടി ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പോൾ എനിക്ക് കൗതുകം തോന്നി, എന്താണ് ഈ പിള്ളേർ ചെയ്തത് എന്ന് തോന്നിയിട്ട് ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്താ അതിനകത്തോട്ട് വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്തോ കിച്ചൺ അപ്ലയൻസസോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾ പാഴ്സൽ? അത് ഈ ബസ്സിൻ്റെ റൂട്ട് പോകുന്ന സമയം എനിക്കറിയാം, അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കും, കയറ്റി വിടും, അതങ്ങ് എത്തിക്കോളും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇതെങ്ങനെയാണ്, ആപ്പ് വഴിയാണോ, ആരെങ്കിലും വിളിച്ചിട്ടാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല, ഈ ബസ് ഈ സമയത്ത് ഇവിടെ വരും എന്നറിയും, ഇതിൽ കയറ്റി വിടും. അപ്പം ഞാൻ ചോദിച്ചു, പേയ്മെൻ്റ് ഒക്കെ ആരാ ചെയ്യുന്നത്? അത് അവിടെ എത്തുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന ആൾ ഈ കണ്ടക്ടറിന് പൈസ കൊടുത്തിട്ട് ഇതങ്ങ് മേടിച്ചോളും എന്ന് പറയുകയാണ്. ഈ സിസ്റ്റത്തിനൊരു കൃത്യമായ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ KSRTC സ്റ്റാൻഡിൽ പോയി പാഴ്സൽ സർവീസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ സ്റ്റോപ്പിൽ നിന്ന് ഇത്തരം സംവിധാനങ്ങൾ ഈസിലി ആക്സസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു കൃത്യമായ ഓതറൈസ്ഡ് സിസ്റ്റത്തിലൂടെയാണ് പോയിരുന്നതെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇതാണ് നമ്മുടെ ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞ ബദൽ മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെ പ്രൈവറ്റ് ബസ്സിൽ പാഴ്സൽ സംവിധാനം യൂസ് ചെയ്യുന്ന കുറേയധികം മനുഷ്യരുണ്ട്. ഇവർക്ക് കൃത്യമായിട്ട് ഇത് എവിടെ എത്തി, അല്ലെങ്കിൽ സാധനം കൃത്യമായിട്ട് എത്തിയോ, ഈ കുട്ടികൾക്ക് ഈ വണ്ടിയിലെ കണ്ടക്ടർ ആരായിരുന്നെന്നോ ഡ്രൈവർ ആരായിരുന്നെന്നോ അറിയുക പോലുമില്ല. ഇപ്പോൾ അയാളുടെ ഫോൺ നമ്പർ വാങ്ങിക്കാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ സാധനം വെച്ച കുട്ടിക്ക് ഇറങ്ങാനുള്ള സമയം പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ഈ പറഞ്ഞ പ്രൈവറ്റ് ബസ്സിൽ ഈ പറഞ്ഞ ഇത് ബദൽ വരുമാനങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. മേഘ പറഞ്ഞ ഇതേ ഒരു ചാനൽ, അതായത് ഈ ഒരു ഡെലിവറി സിസ്റ്റം ഉണ്ടല്ലോ, അത് നമ്മളുടെ ഈ വൈറ്റില ഹബ് ഉണ്ടല്ലോ, ഈ വൈറ്റില ഹബിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ അല്ലെങ്കിൽ വൈക്കം വഴി പോകുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു യൂണിഫോം ഒരു പ്രോസസ് ആണെങ്കിൽ ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ അല്ലെങ്കിൽ ചിന്തിച്ചത് പ്രോസസ്സ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റ് ലൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫ്ലെക്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് ഇപ്പോൾ കോട്ടയത്തേക്ക് കയറ്റി വിടുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഇതുപോലെ കണ്ടക്ടറിൻ്റെ നമ്പർ വാങ്ങിക്കും. എന്നിട്ട് കണ്ടക്ടർക്ക് അത് റിസീവ് ചെയ്യുന്ന ആൾക്ക്, അതായത് കോട്ടയത്തേക്ക് ആരാണോ റിസീവ് ചെയ്യുന്നത് അയാളുടെ നമ്പർ കൊടുക്കും. എന്നിട്ട് ഇവിടുന്ന് കയറ്റി വിട്ടിട്ട് പറയാണ്, ഇത് അവിടെ നിന്ന് കയറി പോന്നിട്ടുണ്ട്, ഇന്ന ബസ്സാണ്, ഇന്ന നമ്പറാണ്, ഇന്ന സമയത്ത് അവിടെ എത്തും, കോട്ടയത്തെത്തും, എടുത്തോന്ന് പറയും. അങ്ങനെ കറക്റ്റ് സമയത്ത് ഈ ബസ് വരുന്ന അതേ സമയത്ത് അയാൾ ഇവിടെ ചെയ്തില്ലേ, ഇത് കളക്ട് ചെയ്യുമാണ്. ഇത് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഗ്രീൻ ചാനൽ പോലെ തുടരുകയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ, പാരലായിട്ടുള്ള ഒരു നല്ലൊരു സേവിങ്സിന് ഒരു വഴിയാവും. അത് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, അപ്പൊ ഈ ബസ് അവിടെ എത്തുമ്പോൾ ഈ റിസീവർ അവിടെ എത്തിയില്ലെങ്കിൽ ആ സാധനം എന്താ ചെയ്യുക? അത് അവിടെ ആ ഒരു സ്റ്റാൻഡിൽ ഇവരുടേതായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ബോക്സ് ഉണ്ടാവുമല്ലോ, അവിടെ ആ ഒരു അനൗൺസറുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതുപോലെ ഈ നമ്പരെ വിളിക്കുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവും, ഇതുപോലെ ഒരു അനൗൺസ് ബോക്സിൽ ആളുണ്ടാവും, അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അവിടെ നിന്ന്
ടേക്ക് ഓവർ ചെയ്താൽ മതി. അത് അതുപോലെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യും. ഇപ്പൊ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം തന്നെ ഈ പറഞ്ഞ ബദൽ മാർഗങ്ങളെല്ലാം സ്വീകരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ നമുക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിനെ തടയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ സമരം ചെയ്തതുകൊണ്ട് പ്രിയദർശിനി നിർത്തുന്നു. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഒരു ഗ്രഡ്ജ് തോന്നില്ലേ ഇവരോട്? സ്ത്രീകൾക്കെന്നല്ല, ഒരുവിധം ഇത് നല്ലൊരു പദ്ധതിയാണെന്ന് ചിന്തിച്ച എല്ലാവർക്കും ഇതിലൊരു ഗ്രഡ്ജ് തോന്നും. ഇങ്ങനെയല്ല ഈ പറഞ്ഞ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിന്റെ മത്സര ഓട്ടമൊക്കെ കണ്ടു. കഴിഞ്ഞ ദിവസം വാതിൽ തുറന്നിട്ട് മരണപ്പാച്ചിൽ നടത്തി വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു പ്രൈവറ്റ് ബസ്സിന്റെ. ഇടയ്ക്കൊക്കെ ഞാൻ സ്വപ്നം കാണുകയും ചെയ്യാറുണ്ട് പ്രൈവറ്റ് ബസ് വന്ന് ഇടിക്കുന്നതൊക്കെ. അപ്പോൾ ശരിക്കും അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കാറുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത് നിങ്ങളാൽ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സർക്കാർ അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് കുറേ ഹെൽപ്പുകൾ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരെ സഹായിക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അപ്പോൾ എന്ത് സഹായമാണെങ്കിലും, ഏതൊരു വ്യക്തിയാണെങ്കിലും, ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന്, സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള അവകാശമുണ്ട്. അത് കൃത്യമായ പഠനം നടത്തി അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെ നല്ല സർവീസുകൾ നടത്തി പോകുന്ന ബസ്സുകൾ നിർത്തുന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. അതെ, അതായത് ഞങ്ങളുടെ റൂട്ടിലോട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്കൂളിലേക്ക് പോകുന്ന ആ റൂട്ടിലെ ഇപ്പോൾ അതുവഴിയുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പിറവം റെയിൽവേ സ്റ്റേഷനാണ്. ആ ഒരു റൂട്ടിലൂടെയുള്ള 1-2 തുച്ഛമായിട്ടുള്ള ബസ് സർവീസുകളാണ്. അതുവഴി ഒരു KSRTC സർവീസ് ഇല്ല. ആ ഒരു ബസ്സുകൾ നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ KPPL കമ്പനി അറിയാലോ, നമ്മുടെ KPPL അങ്ങോട്ട് പോകുന്ന സർവീസുള്ള ബസ്സുകളാണ്. ഇതെല്ലാം നിർത്തിയാൽ ഇതിനെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് ഈ ഒരു സഞ്ചരിക്കാനുള്ള മാർഗമില്ലാതാവും. അപ്പൊ അങ്ങോട്ടുള്ള ഏക വഴിയാണ് ഈ ഒരു പ്രൈവറ്റ് ബസ്സുകൾ. ഈ ബസ്സുകൾ നിർത്തിപ്പോയാൽ സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടി അത് മാത്രമല്ല ഈ ബസ്സിനെ ആശ്രയിച്ച് കഴിയുന്ന അവരുടെ കുടുംബങ്ങളൊന്നും ആലോചിച്ച് നോക്കും. അതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയുക, ഒരു പ്രിയദർശിനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാതെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സർവീസ് നടത്തിയാൽ നിങ്ങളെ ആരും തടയാനും പോകില്ല. നിങ്ങളുടെ സ്ഥാനം മറ്റാർക്ക് തട്ടിയെടുക്കാനും കഴിയില്ല.